ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. റെഡി 1 2 3. അമ്പ പോലീസാണ്. ഹലോ ഫ്രണ്ട്സ്, ഷാജി ആറ്റുപുറം എന്ന ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്കൊരു LED സ്റ്റാർ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. സ്വന്തമായി സ്റ്റാർ നിർമ്മിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ, ഇലക്ട്രിക്കൽസ് മേഖലയിലൊക്കെ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരുപക്ഷെ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു LED സ്റ്റാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. എങ്കിൽ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും ആദ്യം തന്നെ ഈ LED സ്റ്റാർ ഉണ്ടാക്കാനുള്ള പാർട്സുകൾ വാങ്ങാൻ ഞാൻ കുന്നോളത്താണ് നമ്മുടെ അടുത്താണ് വീട്. അപ്പോൾ കുന്നോളത്തു നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ കുന്നോളത്തുള്ള ഒരു കടയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഈ സ്റ്റാറിൻ്റെ ഫ്രെയിമൊക്കെ വിൽക്കുന്ന 2-3 ഷോപ്പുകൾ കുന്നോളത്തുണ്ട്. അതിൽ ഒരു കടയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സെലക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിന്ന് വാങ്ങാൻ തന്നെ തീരുമാനിച്ചത്. ഇവിടെ തന്നെ എല്ലാ പാർട്സും കിട്ടും, ഈ സ്റ്റാർ ഉണ്ടാക്കാനുള്ള എല്ലാ പാർട്സും കിട്ടും. ഒരുപാട് ഫ്രെയിമുകൾ, ഒരുപാട് മോഡലുള്ള ഫ്രെയിമുകൾ ഈ ഒരു കടയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഫ്രെയിമാട്ടോ ഞാൻ വാങ്ങിയത്. ഈ ഒരു ഫ്രെയിം വാങ്ങേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ LED ബൾബുകൾ അധികം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോക്കറ്റ് അധികം കാലിയാകാതെ ഈ ഒരു സ്റ്റാർ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഫ്രെയിം അതുകൊണ്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വാങ്ങുമ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു ക്യാപ്പ് കിട്ടാനുണ്ട്. അതായത് സർക്യൂട്ടൊക്കെ ക്ലോസ് ചെയ്ത് വെക്കുന്ന ഒരു ക്യാപ്പ് കൂടി ഇതിനൊപ്പം കിട്ടും. അത് ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. അതുണ്ടെങ്കിലാണ് നമുക്കിത് സർക്യൂട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി പാർട്സുകൾ നോക്കാം. ഈ ഒരു പാർട്സുകൾ എല്ലാ ഇലക്ട്രോണിക്സ് കടയിലും ലഭിക്കും കേട്ടോ. ഇതൊരു പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. 47K 450 വോൾട്ട് ഒരു കപ്പാസിറ്റർ വേണം. പിന്നെ വേണ്ടത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റർ നമുക്കൊരു 100 ohms ഹാഫ് വാട്ട് റെസിസ്റ്റർ വേണം. പിന്നെ ഫോക്കസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ കപ്പാസിറ്റർ കാണാൻ സാധിക്കില്ല. 2.2 മൈക്രോ ഫാരഡ് 400 വോൾട്ട് ഒരു കപ്പാസിറ്റർ ഒരെണ്ണം മതി. പിന്നെ ഒരു ക്യാപ്പ്, നമ്മുടെ സർക്യൂട്ടൊക്കെ ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്പാണത്. ഇത് ആ കടയിൽ തന്നെ ലഭിക്കും. പിന്നെ വേണ്ടത് ഡയോഡാണ്. ഡയോഡ് 47 ഡയോഡ് 4 വേണം. ഒരു ബ്രിഡ്ജ് നമുക്ക് ഉണ്ടാക്കേണ്ടത്, ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കണം. അതിനുവേണ്ടി 4 ഡയോഡ് വേണം 47. നമുക്ക് ആദ്യം തന്നെ LED കോർക്കാം. LED കോർക്കുമ്പോൾ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. സീരീസ് ആയിട്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലാവാൻ കരുതുന്നു. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ജസ്റ്റ് ഈ ഒരു ഫ്രെയിമിലേക്ക് LED വെക്കുന്നു, ലെഗുകളമ്മിൽ വളച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോളാരിറ്റി ഒരിക്കലും മാറിപ്പോയരുത്, പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയരുത്. അപ്പോൾ ആ ഒരു LED കത്താതെ നിൽക്കും, മറ്റുള്ള കത്തും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളാരിറ്റി മാറാതെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അകത്ത് വരുന്നതും പുറത്ത് വരുന്നതും എല്ലാ LEDകളും തന്നെ സീരീസാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സോൾഡർ ചെയ്യാം. പല രീതിയിൽ ഇത് ചെയ്യാം കേട്ടോ. ഇത് സോൾഡർ ചെയ്യാതെ പിരിച്ചിട്ട് കൊടുക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ സോൾഡറിങ് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് പിരിച്ചിട്ട് കൊടുക്കാറുണ്ട്. നമ്മളിവിടെ സോൾഡറാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് LED ഒക്കെ മാറ്റാനൊക്കെ എളുപ്പം സോൾഡർ ചെയ്യുന്നതാണ്. ഈ ഒരു സർക്യൂട്ട് കണ്ടോ, ഇതാണ് ട്രാൻസ്ഫോർമർലെസ് പവർ സപ്ലൈ. ഇതുവഴിയാണ് നമുക്ക് AC DC ആക്കിയിട്ട് LEDകൾക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ഒരു സർക്യൂട്ട് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, എന്തായാലും ഉണ്ടാക്കുന്നത് ഇതിൽ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ, ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രോണിക്സിൽ ചെറിയൊരു ഐഡിയാസ് ഉള്ളവർ ഏതൊരാൾക്കും അറിയാം ബ്രിഡ്ജ് റെക്ടിഫയർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുന്നു. ഒരു 4 എൻഡ് സോൾഡർ ചെയ്യുന്നു. അതിനുശേഷം നീളം കൂടിയ ലെഗ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ബ്രിഡ്ജ് റെക്ടിഫയർ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. വളരെ സ്മോൾ സൈസ് ആക്കിയിട്ടുണ്ട്.
എങ്കിൽ മാത്രമേ നമുക്ക് ക്യാപ്പിനകത്തേക്ക് ഇടാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഈ സ്മോൾ സൈസാക്കി പണിയുന്നത്. ഇനി നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ ഒരു ലെഗിലേക്ക്, ഈ ഒരു നമ്മുടെ പോളിസ്റ്റർ കപ്പാസിറ്ററിൻ്റെ ഒരു ലെഗിലേക്ക് ഒരു ബ്രിഡ്ജിൻ്റെ AC കൊടുക്കുന്ന വോൾട്ട് കൊടുക്കുന്ന ഭാഗം, നമ്മൾ AC ലൈൻ കൊടുക്കുന്ന ഭാഗം സോൾഡർ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പോളിസ്റ്റർ കപ്പാസിറ്ററിൻ്റെ ഒരു ലെഗിലേക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ സോൾഡർ ചെയ്തു. അതുപോലെ തന്നെ ഇനി അടുത്തൊരു ഭാഗം വരുന്നുണ്ടല്ലോ, നമ്മൾ AC ലൈൻ കൊടുക്കുന്ന ഡയോഡിൻ്റെ അടുത്ത എൻഡിലേക്ക് ഒരു 100 ohmsൻ്റെ ഹാഫ് വാട്ട് റെസിസ്റ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നു. ഔട്ട്പുട്ട് ലഭിക്കുന്ന DC ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ 2.2 mm 400 വോൾട്ട് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ പോസിറ്റീവ് നെഗറ്റീവിന് ഇടയിൽ കൊടുക്കുന്നു. ഇത്രയും ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. വയർ പോസിറ്റീവ് നെഗറ്റീവ്, അതുപോലെ തന്നെ AC ഇൻപുട്ട് കൊടുക്കാനുള്ള ബ്ലൂ വയറുകളും അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് റെഡ് കളറിൽ പോസിറ്റീവിക്കും കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് ഗ്രേ കളർ വയറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ക്യാപ്പാണ്, ഈ ക്യാപ്പിലേക്ക് ഇത് 2 കെട്ടിട്ട ശേഷം, കെട്ടിട്ടില്ലെങ്കിൽ വയർ വലിഞ്ഞിട്ട് സോൾഡർ വിടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ 2 കെട്ടിട്ട് അങ്ങേ തലക്കിൽ ഇങ്ങേ തലക്കിൽ 2 കെട്ടിടുക. എന്നിട്ട് ക്യാപ്പിലേക്ക് കൊടുക്കുക, ഉള്ളിലേക്ക് ഇറക്കി വെക്കുക, അത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. സർക്യൂട്ട് നമ്മൾ ക്യാപ്പ് ചെയ്യുന്നതിന് മുമ്പേ മറ്റുള്ള ഷോർട്ട് സർക്യൂട്ടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു LED സ്റ്റാറിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നോക്കാം. ഒന്നുകൂടി റിവീൽ ചെയ്തു നോക്കാം. എല്ലാ പാർട്സുകളും നമ്മൾ സെപ്പറേറ്റ് ആണ് വാങ്ങിയത് അല്ലേ? ഡയോഡ്, LED ബൾബ്, ഫ്രെയിം എല്ലാം സെപ്പറേറ്റ് ആണ് വാങ്ങിയത്. വയറുകൾ എല്ലാം സെപ്പറേറ്റ് ആണ് വാങ്ങിയത്. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രെയിമിനകത്തേക്ക് LED ബൾബ് കൊടുത്തു. LED ബൾബ് ഇട്ടിട്ട് സീരീസ് ആയിട്ടാണ് LED ബൾബ് സോൾഡർ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ സ്വന്തമായിട്ട് ഒരെണ്ണമാണ് നിർമ്മിക്കുന്നതല്ലേ. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഈ ലെഡ് ലാഭിക്കാൻ വേണ്ടിയിട്ട്, സോൾഡറിങ്ങിന്റെ സമയം ലാഭിക്കാനും ലെഡ് ലാഭിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് പിരിച്ചിട്ടിട്ടാണ് കൊടുക്കാറ്. അപ്പൊ നമ്മളിത് സോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി സോൾഡർ ചെയ്തിരിക്കുന്നു. ഇനി സപ്പോസ് ഒരു LED കംപ്ലൈന്റ് ആയാൽ തന്നെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് സോൾഡറിങ് വിട്ടിട്ട് മയറൊന്നും ഇടാനുള്ള സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സോൾഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോൾഡർ ചെയ്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതൊക്കെ സീരീസ് ആണ്. അതുപോലെ തന്നെ അകത്തുള്ള ബൾബ് ചെറിയ ബൾബാണ്, അകത്ത് LED, അകത്തുള്ള സ്റ്റാറിന്റെ ബൾബ് ചെറുതാണ്, LED ചെറിയ LED ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതുപോലെ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ 2 പോയിന്റിൽ നിന്ന് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആണല്ലോ വരിക. സീരീസ് ആകുമ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് കിട്ടും. അത് ഇവിടെ കൊടുന്ന് വെച്ചു. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ 2 കണക്ഷനാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഇൻപുട്ടാണ് കൊടുക്കുന്നത്. DC, അതായത് നമ്മൾ ട്രാൻസ്ഫോർമർലെസ് പവർ സപ്ലൈയിൽ നിന്നുള്ള വോൾട്ടേജ് ആണ് ഇതിലേക്ക് കൊടുക്കുക, പോസിറ്റീവിനായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ സീരീസ് ചെയ്യാതെ പോസിറ്റീവ് നെഗറ്റീവിന്റെ LED പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട് ഇവിടെ നിന്ന് വരുന്ന LED പോസിറ്റീവ് നെഗറ്റീവ്, ചെറിയ LED പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സീരീസ് ആണ്, അതായത് ഇങ്ങനെ വന്നിട്ട് സീരീസ് ചെയ്തിട്ട് പോസിറ്റീവ് ഇങ്ങോട്ട് കയറി ഈ LED നെഗറ്റീവിലേക്ക് കയറി ഇങ്ങനെ കയറി വന്നിട്ട് വീണ്ടും ഇവിടുന്ന് വന്നിട്ട് ഇതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. സീരീസ് അത് അറിയാലോ അല്ലേ, നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ 2 ലൈന് കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ഫോർമർ പവർ സപ്ലൈ ഉണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കവർ ചെയ്യണം. കവർ ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇലക്ട്രോണിക്സിലെ തുടക്കക്കാരൊക്കെയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് വെച്ചെങ്കിൽ എന്തായാലും അറിയാതൊക്കെ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എർത്ത് അടിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും സാധ്യത അല്ല, എർത്ത് കിട്ടും, പണി കിട്ടും എന്നുള്ള ഉറപ്പാണ്. ട്രാൻസ്ഫോർമർലെസ് പവർ സപ്ലൈയിൽ ഇടയ്ക്ക് ഫേസ് വരെ ഡയറക്റ്റ് ഇതിൽ വന്ന് നിൽക്കും. അപ്പോൾ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കവർ ചെയ്യണം. ഓക്കെ, കവർ ചെയ്യാൻ പോവാണ്. ഈ ഒരു ഫ്രെയിം നമുക്കിതിലേക്ക് അടക്കാം. ഇത് അടക്കുന്നത് വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒരു പ്രസ്സിംഗ് ആണ്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു എഡ്ജിൽ ഇവിടെ ഒരു ഗാർഡിൻ്റെ അതിലേക്ക് ഈ ഭാഗം പ്രസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ക്യാപ്പ് നന്നായിട്ട് അടച്ചു, കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ട്. വലിയ വൃത്തിയിലൊന്നല്ല ക്യാപ്പ് അടഞ്ഞിരിക്കുന്നത്, എങ്കിൽ കൂടി കവറിംഗ് ആയിട്ട് ലഭിക്കും. നമുക്ക് ആ സോൾഡർ ചെയ്ത ഭാഗമൊന്ന് കവറിംഗ് ആയിട്ടിരിക്കണം, അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഒരു വൃത്തിയൊന്നും കാണത്തില്ല അടച്ചു കഴിഞ്ഞാലും, പക്ഷെ കവറിംഗ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇത് ഇനി ഇല്ല വെച്ചെങ്കിൽ നമ്മുടെ മാസ്കിൻ ടേപ്പ് ഉണ്ടല്ലോ, കടലാസിൽ വരുന്ന മാസ്കിൻ ടേപ്പ്, അത് ഒട്ടിച്ചാൽ മതി. പേപ്പർ ടേപ്പ് ഒട്ടിച്ചാലും മതി.
പക്ഷെ എൻ്റെ ഒപ്പം വരുന്നതാണ്, ഫ്രെയിം മേടിക്കുമ്പോൾ അതിനൊപ്പം കിട്ടുന്നതാണ് ഈ ഒരു കവറിങ്. ആദ്യ കാലങ്ങളിൽ ഇതൊന്നും ലഭിച്ചിരുന്നില്ല, എപ്പോഴാണ് ഇതൊക്കെ ലഭിക്കൽ തുടങ്ങിയത്. അങ്ങനെ സ്റ്റാർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് നമുക്കൊന്ന് കറണ്ടിൽ കൊടുത്ത് വർക്കിംഗ് നോക്കാം. അങ്ങനെ സ്റ്റാറിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്യാപ്പ് ഇട്ടു, എല്ലാ പരിപാടിയും കഴിഞ്ഞ്. ഇനി ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കുകയാണ് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. റെഡി 1 2 3. പോലീസാണ്, അടിപൊളിയല്ലേ? രാത്രിയല്ല, അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടത്തില്ല, എങ്കിൽ കൂടി പോലീസാണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് അല്ലേ? അങ്ങനെയാണ് ക്രിസ്മസിന്. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽസിലൊക്കെ ഒരു ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനാണ്, ഐഡിയാസ് ഉള്ള ഒരാളാണെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും ഇത് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കാൻ വരണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ. അതുവരേക്കും തൽക്കാലം ഇവിടെ പറയട്ടെ. ഷാജി ആറ്റുപുറം.